എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാരുടെ ഉമ്മമാരുടെയും സങ്കടം മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഇപ്പൊ നിങ്ങളുടെ റെന്റ് നിങ്ങളെ അപ്പൊ വേണ്ടത് ഉമ്മമാരെയാ മക്കൾ ഇപ്പം വെട്ടിയും കുത്തിയൊക്കെ കൊല്ലുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കിപ്പോ പേടി, പെണ്ണുങ്ങൾക്ക് കിടന്നുറങ്ങാൻ പേടിയ കാരണം എന്താ? അടുത്ത റൂമിൽ കിടക്കുന്നവൻ എപ്പോഴാ വരണമെന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിലാണ്, ഞാനിപ്പോ താമസിക്കുന്നതിന്റെ പരിസരത്താണ് ഒരുത്തൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് 5 എണ്ണത്തിനെ കൊന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, കൊലപാതകങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ചിലപ്പോ കണ്ടുപിടിക്കും, കഞ്ചാവ് പിടിക്കും, ചിലപ്പോൾ വഴക്കു കൂടും. ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്യും. പിന്നെ ആലോചിക്കും, പടച്ചുവിനെ ചെയ്തു പോയല്ലോ. ഇവൻ അങ്ങനെയല്ല. രാവിലെ ഒരെണ്ണത്തിനെ പോയി തട്ടി, എന്നിട്ട് പോയി കുളിച്ച് റെഡിയായി കാപ്പിയെല്ലാം കുടിച്ചു, അടുത്തടുത്ത് പോയിട്ട് അടുത്ത് തട്ടി. പിന്നെ വണ്ടിയൊക്കെ വിളിച്ച് കിലോമീറ്ററുകൾ സഞ്ചരി അപ്പുറം മന്തിയും പേടിച്ചുകൊണ്ട് പോയി അനിയനെ കൊടുത്തു, അവനെയും തട്ടി. നോക്കിയേ, അവസാനം എല്ലാത്തിനെയും കൊന്നുകളഞ്ഞിട്ട് നീ ഇപ്പൊ കാമുകി ഓളാണല്ലോ ഉള്ളത്, അവളെ വിളിച്ചിരുത്തിയിട്ട് കഥകൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. ഓള് വെച്ചു, ഇതെല്ലാം കേട്ടിട്ട് ഇനി എന്നാ ചെയ്യും, ഇനി എന്നാ ചെയ്യാനെ, നീയും പൊക്കോ, അതിനെയും കൊന്നുകളഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് ഇവൻ കുളിച്ചു റെഡിയായിട്ട് ചിരിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിൽ ഫോട്ടോ വിളിച്ചിട്ട് പോയത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സഹോദരൻ, എന്താണ് ഈ മനുഷ്യന്മാര്? ഇതുപോലെ ഒരു ക്രൂരമായ കൊലപാതകം. ഓനെ കുറിച്ച് വയ്ക്കുമ്പോൾ എല്ലാരും പറയണത് നല്ലവനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.